ചോട്ടം വെച്ചടാ, അതുകൊണ്ട് ചോട്ടാത്തി ഭ്രാന്തന്മാരാട്ടോ. എങ്ങനെ നടക്കാൻ പറ്റില്ല. എന്തായാലും ഒരു വീഡിയോ കൊണ്ട് ഉണ്ടായ ഇതാണ്. വന്നല്ലേ ചെക്കനെ കളിക്കാൻ പറ്റി, കളി സെറ്റാക്കി കളിക്കാൻ വേണ്ടി ഗൈസ് സ്ഥലത്തെത്തി. പക്ഷേ കളി നടക്കണ ആൾക്കാരാണെന്നൊന്നും ഉപരിക്ക് അറിയില്ല കേട്ടോ. ആരാണ് നടത്തുന്നതും ആരൊക്കെയാണ് ഉള്ളതെന്നും ഒന്നും അറിയില്ല. വന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ എന്താവുന്നാവും. ചെക്കന് പിന്നെ കളിൻ്റെ കാര്യത്തിൽ പിന്നെ അവന് വേറൊരു ഒറ്റ ബുദ്ധിയാണ്. ഒറ്റ വഴിയുള്ളൂ, 9 കളി. അവരോട് ചോദിച്ചോക്കാം, വാ ചോദിച്ചോക്കാം. ആളെ കിട്ടിയിട്ടുണ്ട്. ചെക്കനോടെ ആക്കിയിട്ട് ഇവിടെ നമ്മളെ കൊടുന്ന 2 ആൾക്കാരെ പോയി കൊണ്ടുവരട്ടെ. ഇതിപ്പോഴും മാറ്റാനല്ലേ എനിക്ക്. ഇതാ 4K അല്ലേ, 3G അല്ലേ, 4K ലീഗോ. ഈ ജെയ്സിക്ക് ഒരു കഥയുണ്ട് ഗൈസ്. രണ്ടാമത്തെ തൊട്ടാണ് കളിക്കാറുള്ളത്. ഇതോട് കൂടി മതിയാവും. ഒന്നൊന്ന് തിരിഞ്ഞാ നിസാറൊന്ന് കാണട്ടെ. ചെക്കന്മാരെന്തായാലും കളിക്കാറിറങ്ങിയിട്ടുണ്ട്. ചെക്കൻ മാമ്പൻ ഇറങ്ങിയിട്ടുണ്ട്, ചാവാൻ വേണ്ടി ഇറങ്ങി. എന്തായാലും ഒരു വീഡിയോ കൊണ്ട് ഉണ്ടായ ഇതാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇന്നത്തെ കളി ചെക്കന്മാരെന്തായാലും ടീം ഇട്ടിട്ടില്ല, അതുകൊണ്ട് ടീം ഇടുക, കളി സ്റ്റാർട്ട് ചെയ്യുക. അവർ വ്ളോഗും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ആ സെൻട്രൽ എന്ന് വർത്താനം പറഞ്ഞ ആളേ, മൂപ്പരാണ് ഈ വീഡിയോ കളി കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ. അത് ഞാൻ കണ്ടിട്ടുണ്ട്, മൂപ്പര വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവർക്കൊരു ആളൊന്നും അറിയില്ലല്ലോ, ആരും അറിയാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് വർത്താനം കാര്യങ്ങൾ ടീം അറിയാൻ വേണ്ടി വിബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ കളിക്കും, കളി കാണാൻ അറിയാത്തൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കും. എനിക്ക് അറിയേണ്ടത് ബോസിൻ്റെ കളി എന്താ ചെക്കൻ കിടന്ന് മണ്ടറൊക്കെ ഉണ്ട്, പതൊക്കെ ഇടുന്നതാവോ. വേറെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവൻ കളി സെറ്റ് ചെയ്തത് ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറത്താണ് റൂമിൽ. അത് കളിക്കാൻ വേണ്ടി ഒരുത്തൻ വന്ന് ഓന് വണ്ടിയിട്ട് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഓനും ഇറങ്ങിയിട്ടുണ്ട്. 2 ആൾ വന്നിരുന്നു, പിന്നെ ഞങ്ങൾ 4 ആൾ അങ്ങനെ വന്ന്. ഇവരൊക്കെ അങ്ങനെ വന്നതാണ്. പിന്നെ അജ്മാലിൽ അവിടെ ഇവിടെ കയറ്റി പണിയെടുക്കുന്ന ടീംസാണ്. ഒരൊറ്റ വീഡിയോ കാരണോ, ഒരുത്തൻ്റെ ഒരു വീഡിയോ കാരണോ ഇപ്പോൾ ഒക്കെ കൂടി ഒരു സ്ഥലത്ത് ഒത്ത്. ഇതിപ്പോൾ അജ്മാനത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദുബായ് UAE മൊത്തം വീഡിയോ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ UAE കളിക്കാൻ അങ്ങനെ കിട്ടലില്ല എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ. അപ്പോൾ ആ വീഡിയോക്ക് റിപ്ലൈ ആയിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, മൂപ്പരാ തോന്നുന്നു, എനിക്ക് ഡൗട്ടുണ്ട്, അങ്ങനെ അറിയില്ല. അപ്പോൾ അവരിങ്ങനെ റിപ്ലൈ വീഡിയോ ഇട്ട് ഇപ്പോൾ കളി സെറ്റ് ചെയ്ത്. എൻ്റെ മോനെ ഭ്രാന്തന്മാരാട്ടോ. പത്തുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരൊറ്റതിൽ ഒരു കളി സെറ്റ് ചെയ്ത്. ഭ്രാന്തന്നെ അല്ലേ, ഓരോരുത്തർക്കും ഓരോരോ ഭ്രാന്ത് പറഞ്ഞാരിയാണ്. കളി കണ്ടിരിക്കാൻ ഈ ടർഫിലൊക്കെ വന്ന് കളി കണ്ടിരിക്കണവര് വന്നിരിക്കണ കുറേ മിസ് ചെയ്യണൊക്കെ ഉണ്ട്. അതേപോലെയാണ് ഇത്. ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളി എന്നൊക്കെയാണ് പറയണത്. ഇങ്ങനെ തന്നെ എല്ലാവരും പരിചയപ്പെടല്ലോ കേട്ടോ. കളിച്ച് ഓരോരോ കളിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടയ്ക്കാണ്. പക്ഷെ നാളെയും മറ്റന്നാളൊക്കെ പണിയുള്ള ടീംസാണല്ലോ ഈ കളി. കുറച്ച് കഴിയണം ഇവർക്കൊന്ന് സിങ്കാവാൻ. അപ്പോൾ അത് പേരും അറിയില്ല, എന്തോന്നൊന്നും അറിയില്ല, ഒരാളെയും പേരറിയില്ല. ഇപ്പോൾ കളിക്കണത് സൈലൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊന്നും അറിയില്ലല്ലോ. കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. കുറച്ചൊന്ന് മിങ്കിളായി കഴിഞ്ഞാൽ ചെക്കൻ ഭ്രാന്തനല്ലേ, ഇനി കളി ഉണ്ടാകുമ്പോൾ വരുമല്ലോ. നൈസ്, നല്ല കീപ്പിങ് ഇട്ടോ. ഇവിടെ നിന്നാൽ ചാവുന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും 1 മണിക്കൂർ കളി ഉണ്ടല്ലോ, കണ്ടോക്കാം നമുക്ക്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്.
ഇത് 3 ഗ്രൗണ്ട് കൂടിയതാണ്. ഇത് 11ൻ്റെ ഗ്രൗണ്ടാണ് തോന്നുന്നു. അല്ല 11സ് അല്ല, അത് സെപ്പറേറ്റാണ് തോന്നുന്നു. 3 ഗ്രൗണ്ട് ഉണ്ട്. അതും 3 അത്യാവശ്യം വലുപ്പമുള്ള ഗ്രൗണ്ടാട്ടോ. 1 ഏക്കർ അങ്ങനെ എടുത്തുകൊണ്ട് വെക്കും. ബോസ് ചത്ത് കളി കഴിഞ്ഞിട്ട് വന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവന് ആ വാമായി എന്ന് പറഞ്ഞാൽ വരും. കാണിച്ചു കൊടുക്ക, ഗ്രൂപ്പിലിട്ട് തിന്നണം എന്ന് പറയാം. അവിടെ ഒരു ഷോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കോർണർ. അതാ പോകണം ഇവിടെ. കോർഡിനേറ്റർ മൂപ്പര് ഇറങ്ങാൻ പോവാ കേട്ടോ. മൂപ്പര് കളിക്കിറങ്ങി. സബ് ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവാതെ കളിക്കാൻ പറ്റും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം ആൾക്കാരുണ്ടേ. ഒറ്റയാക്കണം. ഇവർ ഉണ്ടാക്കിയ ഗ്രൂപ്പ് ഫുള്ള് 3 ഗ്രൂപ്പ് 4 ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഫുള്ളായിരിക്കുന്നു. ഇത്രയും ആൾക്കാരുണ്ട്. വേറെ കാര്യമാണ്, ബാക്കിൽ ബാത്റൂമാണ്. സീനാവുമെന്നോ ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നാൽ. ജെൻസായതുകൊണ്ട് പേടിക്കല്ല, തൊട്ടപ്പോൾ തന്നെ ലേഡീസ് ഉണ്ട്. അതാണ് പേടി. എങ്ങാനും പിടിച്ച് കുത്തിയാലോ, ഭാഷ പോലും അറിയാത്താണേ. അല്ല നിന്നെ നെഞ്ഞത്ത് കള്ള. നാട്ടിൽ കളിച്ച് നടന്നിപ്പോൾ താജ്മഹലിൽ വന്നുകൊണ്ട് കളിക്കാൻ തുടങ്ങി. എന്താ അവസ്ഥ? ഏതാ മോണങ്ങ് ഒരു ഗോളാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓത്ത കാട്ടി സിമ്പിളായിട്ടൊരു ഗോൾ ഇടുന്നു. കിതച്ചിട്ടുണ്ടാവും എന്തായാലും. അതാ ഓൻ്റെ തലക്കന്നെ കിട്ടി. എവിടെ അതാ റിട്ടൻ കൈ കിട്ടി. പോയി. ചെക്കന്മാർ അത്യാവശ്യം കളിക്കുന്ന ടീംസ് തന്നെ കേട്ടോ. മിസ്സിങ് എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊത്തം മിസ്സിങ് ആണല്ലോ. എന്ത് പറ്റിയോ? കിതക്കിൽ തുടങ്ങിയതോ? അവിടെ ഒരു നല്ലൊരു മുന്നേറ്റം ഞാൻ കാണുന്നു. അല്ല ഗോളല്ല. തിരിച്ച് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗോളെന്ന് പറയാൻ പറ്റില്ല, ഒരു ലക്കിന് കിട്ടിയതാണ്. എന്തായാലും കളി കഴിഞ്ഞിട്ടുണ്ട്. ചെക്കൻ പദം കിട്ടുമോന്നൊന്ന് പോയോക്കട്ടെ കേട്ടോ. ബോസേ എന്താ അവസ്ഥ? കുറെ ചത്തക്കളി ചെക്കൻ. നല്ലൊരു ഷോട്ട് കിട്ടിയല്ല എനിക്ക് കിട്ടി. നല്ലൊരു ചാൻസ് കിട്ടിയല്ല. ചോട്ടം വെച്ചടാ, അതുകൊണ്ട് ചോട്ടാത്തി. അത് മാറിക്കോളൂ, അടുത്ത കളിയിലൊക്കെ മാറിക്കോളൂ. ബലം കൊടുക്കാൻ വെച്ചാ ബലം കിട്ടണേക്ക് കൊടുക്കാൻ. ഇത് ഇനി കളിക്കാതെ പോവാണെങ്കിൽ നാട്ടിലാണ്. നാട്ടിൽ കളിക്കില്ല. നാട്ടിൽ കളിച്ചൊക്കെ മന്തിയും കിട്ടണോ, എൻ്റെ കല്യാണം ഞാൻ മുടക്കുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. ഓക്കെ, കളി കഴിഞ്ഞു പോയി. ഒക്കെ പദം കിട്ടും. പക്ഷേ മറ്റാൾ നല്ല ഗോൾ കേക്ക് ഇത് ഉണ്ട് കേട്ടോ, കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പേരറിയാത്തതുകൊണ്ടാണ് വിളിച്ച് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് കരുതുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങാം. ശരിയാവും. എന്തായാലും ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ഒക്കെ ഒരു അതപ്പത്തം. പക്ഷേ ചെക്കന്മാരെന്തായാലും ലെവലാവും. ഗ്രൗണ്ടിന് ഏതായാലും പുറത്തിറങ്ങും. ഇനി ചെക്കൻ പൈസ കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടട്ടെ. കളി കഴിഞ്ഞിട്ടുള്ള അത് പറയും. കളി കഴിഞ്ഞിട്ടില്ല എന്ത് എങ്ങനെ നടക്കാൻ പറ്റില്ല. അതൊക്കെ അതുണ്ടാവും, അത് സ്വാഭാവികം. 4-5 മാസമായി ഒരു ഫീൽ ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്രയും മാസം കളിക്കാതിരുന്നിട്ട്? കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കുറെ ആൾക്കാരെ കണ്ടു, പരിചയപ്പെടാനും കുറെ പോലെ കുറെ ഭ്രാന്തന്മാരുണ്ടെന്ന് മനസ്സിലായി. അതേതാണ് നല്ല. പക്ഷെ നമ്മുടെ നാട്ടിനകത്തിനോട് കൂടുതൽ ഭ്രാന്തന്മാർ ഇവിടെ ഉണ്ട്. സത്യം അറിയാത്ത ഒക്കെ കളിക്കാൻ വിങ്ങി നിൽക്കുന്ന, വിങ്ങി പൊട്ടി നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് കുറെ ആൾക്കാരുണ്ട്. അത് ഞങ്ങൾ ചായ അടിച്ചിട്ടാണ് ജ്യൂസ് കുടിക്കാൻ. പൊതുവേ ഞാൻ ഐസ്ക്രീം തിന്നാറില്ല, പക്ഷെ തിന്നാനൊരു പൂതി. ലണ്ടൻ ഡെയറീസിൻ്റെ വാനിലൻ്റെ ഫ്ലേവർ അല്ലേ? വാനില നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇതൊന്ന് മേടിച്ചു.